അടുത്ത ആഴ്ച 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കും വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തന്നെ പോകാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ വന്യജീവി മനുഷ്യ സംഘർഷം കുറയ്ക്കുന്നതിനായി വന്യജീവികളെ മറ്റൊരു വനമേഖലയിലേക്ക് മാറ്റുന്ന ട്രാൻസ് ലൊക്കേഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. കേരളത്തിൽ വന്യജീവി മനുഷ്യ സംഘർഷം കുറയ്ക്കുന്നതിനായി വന്യജീവികളെ മറ്റൊരു വനമേഖലയിലേക്ക് മാറ്റുന്ന ട്രാൻസ് ലൊക്കേഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? നമുക്കറിയാം വന്യജീവി മനുഷ്യ സംഘർഷം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടല്ലേ? ആൻസർ ഓപ്ഷൻ ബി വയനാടാണ് കേട്ടോ. ഓപ്ഷൻ ബി വയനാടാണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പുതിയ ഉപാധ്യക്ഷനായി നിയമിതനായത് ആരാണ്? നമുക്കറിയാം ആസൂത്രണ ബോർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പൊ ഉപാധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പുതിയ ഉപാധ്യക്ഷനായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. KM ചന്ദ്രശേഖർ ആണ് കേട്ടോ. KM ചന്ദ്രശേഖർ ആണ്. അടുത്ത ചോദ്യം, ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, ക്ഷേമം, നൈപുണ്യ വികസനം, പുനരധിവാസം എന്നിവയ്ക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, ക്ഷേമം, നൈപുണ്യ വികസനം, പുനരധിവാസം എന്നിവയ്ക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. നമസ്തേ പദ്ധതിയാണ്. നമസ്തേ പദ്ധതിയാണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം ഓഫ് വേഡ് സ്ഥാപിതമായ നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം ഓഫ് വേഡ് സ്ഥാപിതമായ നഗരം ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കേട്ടോ. കൊൽക്കത്തയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, പഠിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം ഓഫ് വേഡ് സ്ഥാപിതമായ നഗരം ഏതാണ്? കൊൽക്കത്തയാണ് കേട്ടോ. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് പൂർണ്ണമായും തടയുന്നതിനായി കൊണ്ടുവരുന്ന നിയമം ഏതാണെന്നാണ്. അപ്പൊ എന്താണ്? കേരളത്തിലെ കോളേജുകളിലൊക്കെ റാഗിംഗ് പൂർണ്ണമായും തടയുന്നതിനായി കൊണ്ടുവരുന്ന നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമമാണ് കേട്ടോ. നമുക്കറിയാം ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു, എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പാന്ന് തോന്നുന്നു അല്ലേ, വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു കുട്ടി മരിച്ചില്ല റാഗിങ്ങിനെ തുടർന്ന്. അപ്പൊ അത് തുടർന്ന് ആ കുട്ടിയുടെ പേരാണ് ഈ ആന്റി റാഗിംഗ് നിയമത്തിന് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് പൂർണ്ണമായും തടയുന്നതിനായി കൊണ്ടുവന്ന നിയമം ഏതാണ്? സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം. സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ AI മന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ AI മന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. കനിഷ്ക നാരായൺ ആണ് കേട്ടോ. കനിഷ്ക നാരായൺ ആണ്. അപ്പൊ എന്റെ മറ്റൊരു ചോദ്യം, കേരളത്തിലെ നിലവിലെ AI വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്നുള്ളത് കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. കേരളത്തിലെ നിലവിലെ, അതായത് കേരളത്തിലെ പുതിയതായിട്ട് വന്ന വകുപ്പാണല്ലോ AI വകുപ്പ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ കേരളത്തിലെ നിലവിലെ AI വകുപ്പ് മന്ത്രി ആരാണെന്നുള്ളത് കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന എക്സൈസ് വകുപ്പിന് കീഴിൽ സ്റ്റേറ്റ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന എക്സൈസ് വകുപ്പിന് കീഴിൽ സ്റ്റേറ്റ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. നമ്മുടെ കേരളമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പക്ഷി സങ്കേതം ഏതാണ്? നല്ലൊരു ചോദ്യമാണ്, പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. താനെ ക്രീക്ക് ഫ്ലെമിംഗോ സങ്കേതമാണ് കേട്ടോ. താനെയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം താനെ ക്രീക്ക് ഫ്ലെമിംഗോ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? മഹാരാഷ്ട്രയാണ്. അപ്പൊ പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പക്ഷി സങ്കേതം ഏതാണ്? താനെ ക്രീക്ക് ഫ്ലെമിംഗോ പക്ഷി സങ്കേതം, മഹാരാഷ്ട്ര.
അടുത്ത ചോദ്യം, പ്രഥമ പ്രൊഫസർ MK സാനു സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ പ്രൊഫസർ MK സാനു സ്മാരക പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, M ലീലാവതിക്കാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം, എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾക്ക് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏതാണ്? എല്ലാ ജില്ലാ ആശുപത്രികളിലെയും എന്താണ് ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾക്ക് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഗുജറാത്തിലാണ് കേട്ടോ, ഗുജറാത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പ് ആൻഡ് ടെക്നോളജി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? നമുക്കറിയാം സ്റ്റാർട്ടപ്പുകളും കൂടുതലുള്ള IT കമ്പനികളും ഒക്കെ കൂടുതലായിട്ടുള്ളത് എവിടെയാണ്? ബാംഗ്ലൂരിലല്ലേ? അത് വെച്ച് കണക്ട് ചെയ്തോണം. ആൻസർ ഓപ്ഷൻ സി ബാംഗ്ലൂർ ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, ഇന്ത്യയിലെ ആദ്യ ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പ് ആൻഡ് ടെക്നോളജി മ്യൂസിയം നിലവിൽ വരുന്നത് ബംഗളൂരുവിലാണ്. അടുത്ത ചോദ്യം, 2026 ജൂലൈയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ നേരിട്ടുള്ള ചരക്ക് ട്രെയിൻ എത്തിയ അയൽരാജ്യം ഏതാണ്? 2026 ജൂലൈയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ നേരിട്ടുള്ള ചരക്ക് ട്രെയിൻ എത്തിയ അയൽരാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, നേപ്പാൾ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി നേപ്പാൾ ആണ്. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത് ആരാണ്? അതായത് നീതി ആയോഗിന്റെ പുതിയ CEO ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, അനുരാഗ് ജെയിൻ ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, നീതി ആയോഗിന്റെ നിലവിലെ CEO അനുരാഗ് ജെയിനും നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിരിയും ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? എന്താണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, 2ാം സ്ഥാനമാണ് കേട്ടോ, 2ാം സ്ഥാനമാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ടെലഗ്രാമിലും വാട്സപ്പിലുമായിട്ട് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സുകളും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സുമാണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് 2025 ജനുവരി മുതൽ 2026 ജൂലൈ മാസം വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട മന്ത്ലി കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടെ ലഭിക്കുന്നതായിരിക്കും. അതിന്റെ PDF നോട്ട്സും അതോടൊപ്പം റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാർ 81 299 339 81 299 339 എന്ന് പറയുന്ന നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. വാട്സ്ആപ്പ് ചെയ്താൽ മതി, ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. അപ്പൊ ഇനി വരാൻ പോകുന്ന നമ്മുടെ 10th മെയിൻസ് പരീക്ഷകള്, VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷകള്, LPUP പരീക്ഷകളൊക്കെ ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു ബാച്ചാണ്. അതോടൊപ്പം തന്നെ അടുത്ത വർഷം നടക്കുന്ന LDC 2027 പരീക്ഷയ്ക്കും ഈ ഒരു ബാച്ചിലെ മെറ്റീരിയൽസും PDF നോട്ട്സും റെക്കോർഡ് സെക്ഷൻ ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദം ആകുന്നതാണ്. അപ്പൊ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ററാക്റ്റീവ് സെക്ഷൻ ക്ലാസ്സസോടെ ഇന്ററാക്റ്റീവ് ചെയ്ത് തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ പഠിച്ചു തന്നെ പോകാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വെറും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തിയ സംസ്ഥാന വ്യാപക വിജിലൻസ് മിന്നൽ പരിശോധനയുടെ പേരെന്താണ്? എന്നോട് പറയാം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തിയ വിജിലൻസിന്റെ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്പറേഷൻ പാർപ്പിടമാണ് കേട്ടോ. ഓപ്പറേഷൻ പാർപ്പിടമാണ് ആൻസർ. അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അടുത്തിടെ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, വൈഭവ് സൂര്യവംശിയാണ് കേട്ടോ. വൈഭവ് സൂര്യവംശിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ യുവാക്കളിൽ ശാരീരിക ക്ഷമത, ആത്മവിശ്വാസം, അച്ചടക്കം എന്നിവ വളർത്തുന്നതിനുള്ള പരിശീലന പദ്ധതി ഏതാണ്? നിങ്ങൾ ഇത് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് കേരളത്തിലെ യുവാക്കളിൽ ശാരീരിക ക്ഷമത, ആത്മവിശ്വാസം, അച്ചടക്കം ഇതൊക്കെ വരുമ്പോഴേ നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ആൻസർ കിട്ടിക്കാണും. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, ഓപ്പറേഷൻ കളരിയാണ്. ഓപ്പറേഷൻ കളരിയാണ്. അടുത്ത ചോദ്യം, ലോക ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി നിയമിതനായത് ആരാണ്?
അടുത്തിടെ ലോക ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, വിശ്വനാഥൻ ആനന്ദ് ആണ് കേട്ടോ, വിശ്വനാഥൻ ആനന്ദ് ആണ്. 19ാമത്തെ ചോദ്യം, 2026 ജൂലൈയിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം കോക്രോച്ച് ജനതാ പാർട്ടിയുടെയൊക്കെ സമരത്തെ തുടർന്ന് എന്താണ് 2026 ജൂലൈയിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ധർമ്മേന്ദ്ര പ്രധാൻ ആണ് കേട്ടോ, ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ ആണ്. അടുത്ത ചോദ്യം, 2026 അന്താരാഷ്ട്ര ടൈപ്പ് 1 പ്രമേഹ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അതായത് അന്താരാഷ്ട്ര ടൈപ്പ് 1 പ്രമേഹ ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് 2026. ആൻസർ നമ്മുടെ ഓപ്ഷൻ എ, നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ, ഓപ്ഷൻ എ ഇന്ത്യയാണ്. അപ്പൊ പഠിച്ചു വെക്കണം, 2026 അന്താരാഷ്ട്ര ടൈപ്പ് 1 പ്രമേഹ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. അടുത്ത 21ാമത്തെ ചോദ്യം നോക്കാം. 16ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ നഗരം. 16ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ചണ്ഡീഗഡ് ആണ്, ഓപ്ഷൻ സി ചണ്ഡീഗഡ്. 2026 ജൂലൈയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റതാരാണ്? 2026 ജൂലൈയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റത്, അതായത് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് അടുത്ത മന്ത്രിയായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ചുമതലയേറ്റത് ആരാണെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, പ്രഹ്ലാദ് ജോഷിയാണ് കേട്ടോ, പ്രഹ്ലാദ് ജോഷി. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ മാതൃകാ ഗ്രാമമായി പ്രഖ്യാപിച്ചത് ഏത് ഗ്രാമമാണ്? കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി പുനരധിവാസ മാതൃകാ ഗ്രാമമായി പ്രഖ്യാപിച്ചത് ഏത് ഗ്രാമമാണ്? ആൻസർ ഓപ്ഷൻ എ ആദവനാടാണ് കേട്ടോ, ഓപ്ഷൻ എ ആദവനാട്. അടുത്ത ചോദ്യം, ജർമ്മനിയിൽ നടന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഓഡിയൻസ് അവാർഡ് ലഭിച്ച മലയാള സിനിമ ഏതാണ്? ഒന്നുകൂടെ പറയാം, ജർമ്മനിയിൽ നടന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഓഡിയൻസ് അവാർഡ് ലഭിച്ച മലയാള സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി നരിവേട്ടയാണ് കേട്ടോ, നമ്മുടെ ടൊവിനോ തോമസ് നായക കഥാപാത്രമായിട്ട് അഭിനയിച്ച നമ്മുടെ മുത്തങ്ങ സമരത്തിന്റെയൊക്കെ പശ്ചാത്തലം വരുന്ന സിനിമയാണ് നരിവേട്ട. അപ്പൊ പഠിച്ചു വെക്കണം, അടുത്തിടെ ജർമ്മനിയിൽ നടന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഓഡിയൻസ് അവാർഡ് ലഭിച്ച മലയാള സിനിമ ഏതാണ്? നരിവേട്ടയാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിൽ അഴിമതി തുടച്ചു നീക്കാൻ വിജിലൻസ് ഒരുക്കുന്ന പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, പ്രോജക്ട് 0 ആണ് കേട്ടോ, പ്രോജക്ട് 0. അടുത്തത്, വിജിലൻസിന്റെ വിസിൽ പദ്ധതിയുടെ ആദ്യ വിസിൽ കമാൻഡോ ആയത് ഏത് നടനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി നിവിൻ പോളിയാണ് കേട്ടോ. 2026 ജൂലൈയിൽ രാജിവെച്ച ബംഗ്ലാദേശ് പ്രസിഡന്റ് ആരാണ്? 2026 ജൂലൈയിൽ രാജിവെച്ച ബംഗ്ലാദേശ് പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, മുഹമ്മദ് ഷഹാബുദ്ദീൻ ആണ്, മുഹമ്മദ് ഷഹാബുദ്ദീൻ. അടുത്ത ചോദ്യം, ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്റ്റേറ്റ് വാട്ടർ പ്ലാൻ 2047 പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്റ്റേറ്റ് വാട്ടർ പ്ലാൻ 2047 പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി രാജസ്ഥാൻ ആണ് കേട്ടോ, ഓപ്ഷൻ സി രാജസ്ഥാൻ. അടുത്ത ചോദ്യം, കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി ആദ്യ സ്വർണം നേടിയ താരമാരാണ്? ഇപ്പൊ നടക്കുന്ന നമ്മുടെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി ആദ്യ സ്വർണം നേടിയ താരം ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, മീരാഭായ് ചാനു ആണ്, മീരാഭായ് ചാനു ആണ്. അടുത്ത ചോദ്യം, കോമൺവെൽത്ത് ഗെയിംസിൽ മീരാഭായ് ചാനു സ്വർണം നേടിയ കായിക ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഭാരോദ്വഹനമാണ് കേട്ടോ, ഭാരോദ്വഹനമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരള സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ക്വസ്റ്റ്യൻ ഞാനൊന്നുകൂടെ പറയാം. കേരള സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഡിജിറ്റൽ സ്ക്വയർ ആണ്, ഡിജിറ്റൽ സ്ക്വയർ ആണ്. അടുത്ത ചോദ്യം, 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആരാണ്? 2026 ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിലെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, മുരളി ശ്രീശങ്കർ ആണ്, മുരളി ശ്രീശങ്കർ. അടുത്ത ചോദ്യം 33ാമത്തേത്, ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കാനുള്ള ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്നാണ്.
അതായത് ദേശീയ ഗീതമായിട്ടുള്ള നമ്മുടെ എന്താണ് വന്ദേ മാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കാനുള്ള ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, നിത്യാനന്ദ് റായ് ആണ്. അടുത്ത ചോദ്യം, 2026 ജൂലൈയിൽ ചരിത്രപരമായ ഓർബിറ്റൽ വിക്ഷേപണ നേട്ടം കൈവരിച്ച ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഞാനൊന്നുകൂടെ പറയാം. 2026 ജൂലൈയിൽ ചരിത്രപരമായ ഓർബിറ്റൽ വിക്ഷേപണ നേട്ടം കൈവരിച്ച ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ്. അടുത്ത ചോദ്യം, 2026 ഓഗസ്റ്റിൽ കേരളത്തിൽ പ്രവർത്തന സജ്ജമാകാൻ പോകുന്ന പുതിയ കപ്പൽ നിർമ്മാണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ്? അതായത് ഇത്രയേ ഉള്ളൂ, കേരളത്തിൽ പ്രവർത്തന സജ്ജമാകാൻ പോകുന്ന പുതിയ കപ്പൽ നിർമ്മാണ കേന്ദ്രം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, പൊന്നാനിയിലാണ് പുതിയ കപ്പൽ നിർമ്മാണ കേന്ദ്രം പ്രവർത്തന സജ്ജമാകാൻ പോകുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ AI ഒരു പ്രധാനധാര പാഠ്യവിഷയമായി ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അതായത് 1 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഒരു പ്രധാന പാഠ്യവിഷയമായി ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, പഞ്ചാബ് ആണ്. അടുത്ത ചോദ്യം, 2026 ജൂലൈയിൽ അപകടം നടന്ന സമർദുംഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്താണ്? 2026 ജൂലൈ മാസത്തില് അപകടം നടന്ന സമർദുംഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സിക്കിമിലാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, സമർദുംഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. 38ാമത്തെ ചോദ്യം, കേരള സർക്കാർ പട്ടികജാതി പട്ടികവർഗ വനിതാ സംരംഭകർക്കായി ആരംഭിച്ച പലിശരഹിത വായ്പാ പദ്ധതി ഏതാണ്? അതായത് കേരള സർക്കാർ പട്ടികജാതി പട്ടികവർഗ വനിതാ സംരംഭകർക്കായി ആരംഭിച്ച പലിശരഹിത വായ്പാ പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ, പ്രിയദർശിനി വായ്പാ പദ്ധതിയാണ് കേട്ടോ, പ്രിയദർശിനി വായ്പാ പദ്ധതിയാണ്. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഡിജിറ്റലായി ഏകോപിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പോർട്ടൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, റെയിൽ ഭൂമിയാണ് കേട്ടോ, റെയിൽ ഭൂമിയാണ്. 40ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ്? ഏറ്റവും കൂടുതൽ വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള രാജ്യമായി മാറിയത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സ്വിറ്റ്സർലൻഡ് ആണ് കേട്ടോ, സ്വിറ്റ്സർലാൻഡ് ആണ്. ക്ലിയർ ആണേ? ഓക്കെ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഡെയിലി നിങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ ഇടുന്നതായിരിക്കും. സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പൊ എല്ലാവരും ഒന്ന് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തും ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ടൊക്കെ നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.